2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും എന്നൊരു പ്രതീതി നിലമ്പൂരിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. എല്ലാവരും പറയുന്നു അവരുടെ ബൈ ഇലക്ഷനൊക്കെ ജയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കണക്കെടുത്തു. ഓരോ ജില്ലയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകളിൽ നിലവിലുള്ള സീറ്റുകളിൽ ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ ഈ 4 ജില്ലകളിലും കോട്ടയത്തും ജയിക്കാൻ പോകുന്നത് BJP ആണ്, കോൺഗ്രസ് അല്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഇപ്പോഴുള്ള സീറ്റുകൾ അവർ തോറ്റാൽ ജയിക്കാൻ പോകുന്നത് BJP ആണ്. എറണാകുളം നിലവിൽ കോൺഗ്രസിന്റെ കയ്യിൽ ഇരിക്കുന്ന സീറ്റിനേക്കാൾ കൂടുതലായി അവർക്ക് കിട്ടാനില്ല. ഇപ്പൊ അവരുടെയിലാണ് സീറ്റ് കൂടുതലിരിക്കുന്നത്. ഇടുക്കിയിലും അത് തന്നെയാണ് സാഹചര്യം. ഞാൻ എറണാകുളം വരെ എണ്ണിയപ്പോ അവർക്ക് പരമാവധി 5 സീറ്റുകൾ കിട്ടും. കോൺഗ്രസിന് പരമാവധി ശ്രമിച്ചാൽ 5 സീറ്റുകൾ കിട്ടും. ലീഗിന് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഒരു 4 സീറ്റ് കൂടെ വേണം കിട്ടാം. 5, 4, 9. എറണാകുളം മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള പ്രദേശം പരമാവധി കോൺഗ്രസിന് കിട്ടാവുന്നത് ചുമ്മാ കൂട്ടിയിട്ട് എനിക്ക് കിട്ടുന്നത് 10 സീറ്റാണ്. പരമാവധി 10 സീറ്റ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒരു സീറ്റ് പോലും അഡീഷണൽ ആയിട്ട് അവർക്ക് കിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ അവർക്കുള്ളത് 42. ഭരണത്തിൽ എത്തണമെങ്കിൽ അവർക്ക് വേണ്ടത് 29 സീറ്റ് കിട്ടിയാലേ ഭരണത്തിലെത്താൻ പറ്റുള്ളൂ. 42, 29, 71. 29 ഞാൻ തലയെക്കുത്തി പറഞ്ഞിട്ട് ലീഗിനും ബാക്കി ഘടകകക്ഷികൾക്കും എല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് കണക്കൂട്ടാൻ കഴിഞ്ഞത് 19 സീറ്റാണ്. ഇനിയും 10 കൂടെ വേണം. അവിടെ അടുത്ത നിയമസഭയിൽ നമ്മുടെ സാന്നിധ്യം വേറെ. ഇപ്പൊ സ്വാഭാവികമായും ഒരു കാരണവശാലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.